ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തോമസ് ഐസക് ഇവിടുത്തെ MP ആവുകയും കിബിയിലൂടെ ഇപ്പൊ പണം അനുഭവിച്ചതനുസരിച്ച് എരുമേലി വിമാനത്താവളം ഈ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കും. എരുമേലി വിമാനത്താവളം അതായത് 10 കൊല്ലമായി അധികാരത്തിലേറിയ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ശബരിമലയെ കുറിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിലും ശബരി റെയിൽവേ ഇവിടെ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന് കേരളത്തിന് വാഗ്ദാനം നൽകുന്നു. എരുമേലി വിമാനത്താവളത്തിന് മുഴുവൻ പണവും കേരള സർക്കാരിന്റെ പണം, കിബിയുടെ പണം. ആ കിബിയെ കുറിച്ച് കോൺഗ്രസുകാർ അപമാനകരമായ കാര്യങ്ങൾ പറഞ്ഞു കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പഴകുളം മഖുവിനെ എരുമേലി വിമാനത്താവളത്തിൽ നിന്ന് ഞങ്ങൾ ഡൽഹിക്ക് കൊണ്ടുപോകും. വിമാനത്താവളത്തിന് വിമാനത്തെ കയറ്റി ഡൽഹിക്ക് കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. മറ്റൊരു കാര്യം പറയാം. ഇവിടെ അദ്ദേഹം പറഞ്ഞു കേരളത്തിന് കടമുണ്ടായെന്ന്. ബഹുമാനപ്പെട്ട കോൺഗ്രസുകാര് നരേന്ദ്രമോദിക്ക് വേണ്ടി വെള്ളം കോരുന്നവരായി തീരുന്നതിന് ഞാൻ വളരെ വളരെ സങ്കടപ്പെടുക. അതിന് കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടി. 10 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ കടം 166 ലക്ഷം കോടി. ഇത് കപിൽ സിബല് പാർലമെന്റിൽ പറഞ്ഞു. ആ കണക്കറിയാവുന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസുകാർ ഈ 166 ലക്ഷം കോടി രൂപ വരുത്തിയ നരേന്ദ്രമോദിയെ കുറിച്ച് മിണ്ടത്തില്ല, നിർമ്മലാ സീതാരാമനെ കുറിച്ച് മിണ്ടത്തില്ല. ആകെ 3% കടം മാത്രം എടുക്കാൻ അവകാശപ്പെട്ട കേരളത്തെ കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഇതാണ് അർത്ഥം. എന്താണ് ഇതാണ് അർത്ഥം? ഇതൊരു നറേറ്റീവാണ്. ഒരു കാര്യം നറേറ്റീവാണ്. നറേറ്റീവ് എന്താണ്? ഒന്ന്, ഒരു ധനകാര്യമന്ത്രിക്കും 3% അല്ലെങ്കിൽ ഇപ്പോൾ 3.5%, അതിനപ്പുറം കടമെടുക്കാനാവില്ല. ഉമ്മൻചാണ്ടി എടുത്ത കടകാലത്തെ 3% അല്ലാതെ ഇന്ന് തോമസ് ഐസക്കിനും ബാലഗോപാലിനും കടമെടുക്കാനാവില്ല. അപ്പോൾ അധികമായി കടമെടുത്തു എന്ന് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളം. എന്നാൽ തുക കൂടി പറയുന്നത് ശരിയാണ്. തുക കൂടി. എന്താണ് കൂടി? അദ്ദേഹം പറഞ്ഞു 4.5 ലക്ഷം കോടി. അത് കള്ളമാണ്. യഥാർത്ഥ കടം എത്രയാണ്? 4,02,000 കോടി. അത് സത്യമാണ്. 48,000 കോടിയുടെ വ്യത്യാസമേ ഉള്ളൂ. അത്ര വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമല്ല. 48,000 കോടി വലിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമാണ്. 4,02,000 കോടിയേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണ്? ഉമ്മൻചാണ്ടി കാലത്ത് കേരളം എത്രത്തോളം വികസിച്ചോ, GDP ഗ്രോത്ത് അതിന്റെ 2.5 ഇരട്ടി കേരളം വളർന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ GDP ഗ്രോത്ത് 13.5 ലക്ഷം കോടി രൂപയിലേക്ക് കേരളം വളർന്നിരിക്കുന്നു. GDP ഗ്രോത്ത്. ആ GDP ഗ്രോത്തിന്റെ 3% കടമെടുക്കാം. പക്ഷേ എന്നിട്ടും വാഗ്ദാനം ചെയ്ത പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ സർക്കാരിന്. പറയുന്നത് നിങ്ങളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി. ആ ബഡ്ജറ്റ് ഉണ്ടാക്കി അതിന്റെ ഭാഗമായി നമ്മൾ വ്യവസ്ഥയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ബഡ്ജറ്റിനിടയെ കൊണ്ടൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി എടുക്കാനുള്ള അവകാശം ഇടയ്ക്ക് വെച്ച് മുറിച്ചാൽ തടസ്സങ്ങൾ വരും. സപ്ലൈക്ക് തടസ്സം നേരിട്ടു. സപ്ലൈക്ക് തടസ്സം നേരിട്ടെന്ന് മാത്രമല്ല, സപ്ലൈകോയെ തകർക്കാൻ 2,000 കോടി രൂപ ഈ നരേന്ദ്രമോദി തരാനുള്ള പണം തന്നില്ല എന്ന് മാത്രമല്ല കിട്ടാനില്ല എന്ന് കോൺഗ്രസ് കള്ളം പറഞ്ഞു. മറുപടി പറയണം, പഴകുളം മധു മറുപടി പറയണം, വോട്ടർമാർക്കും പറയാം.